രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വീണ്ടും UDF-ൽ കലഹം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് ഭിന്നതയ്ക്കിപ്പോൾ കാരണമായത്. ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചവർ ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാഹുലിന് പിന്തുണ നൽകുന്നത്. വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തതിലെ അതൃപ്തിയിലാണ് എ ഗ്രൂപ്പ് ഉള്ളത്. ഈ മാസം 15-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനങ്ങൾ രാഹുൽ അവധിയെടുത്ത് മാറി നിൽക്കുന്നതാണ് വിഷയത്തിൽ ഭരണപക്ഷത്തിന്റെ വായടപ്പിക്കാൻ നല്ലത് എന്നാണ് പ്രതിപക്ഷ നേതാവായ VD സതീശനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. എന്നാൽ സസ്പെൻഷന് കൈപൊക്കിയവർ പോലും സഭയിൽ നിന്ന് രാഹുലിനെ വിലക്കാനാവില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാലും സമാന ആരോപണം നേരിടുന്നവരെ ചൂണ്ടി ഭരണപക്ഷത്തെ നേരിടാമെന്നാണ് വാദം. രാഹുലിനെതിരെ ഇതുവരെ പരാതിയില്ല എന്നും നിയമസഭയിൽ വരുന്നതിൽ തടസ്സമില്ല എന്നും K മുരളീധരനും വ്യക്തമാക്കിയിരുന്നു. ശരിയായ കോഴികൾ ഭരണപക്ഷത്തുണ്ട് എന്നും K മുരളീധരൻ പരിഹസിച്ചു. അതേസമയം രാഹുലിനെതിരായ ആരോപണങ്ങളെ ലഘൂകരിച്ചു കണ്ടാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പിന്തുണ ആവർത്തിക്കുന്നതും. കടുത്ത നടപടിയാണ് രാഹുലിനെതിരെ എടുത്തതെന്നും മാറ്റി നിർത്തൽ തൽക്കാലത്തേക്കെന്നും UDF കൺവീനർ വ്യക്തമാക്കിയിരുന്നു. രാഹുൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സംരക്ഷണം നൽകേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെയും സർക്കാരിന്റെയും നിയമപരമായ ബാധ്യതയാണ് എന്ന് മുൻ മന്ത്രി KC ജോസഫും പ്രതികരിച്ചു. പല തട്ടിൽ നിന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിന്റെ നടപടിക്ക് പിന്നാലെ പഴയ അടുപ്പത്തിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കത്തിലുമാണ്. രാഹുലിനെതിരായ കടുത്ത നടപടി കുറ്റം ശരിവെക്കുന്നത് പോലെയായി എന്ന വിമർശനമാണ് എ ഗ്രൂപ്പിൻ്റേത്. എന്നാൽ അച്ചടക്ക നടപടിയാണ് കടുത്ത പ്രതിസന്ധിയിൽ പാർട്ടിയെ പിടിച്ചു നിർത്തിയതെന്നാണ് സതീശൻ അനുകൂലികളുടെ മറുപടി. CPM-നെ പ്രതിരോധത്തിലാക്കി എന്ന വാദവുമായി സസ്പെൻഷനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ അനുകൂലികൾ. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ഇരകളെ സമ്മർദ്ദത്തിലാക്കാനായി ശ്രമിക്കുന്നതായി ആരോപണമുയർന്നത് കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ. രാഹുലിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.